നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം തീർക്ക്. പിന്നൊരു കാര്യം, അഥവാ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നിന്നെ ഉറപ്പായും സഹായിക്കാം. നീ ഒരു കോൾ ചെയ്താൽ മതി, നിന്റെ കാര്യം നടക്കും. ഇത് സഞ്ജുവിന്റെ വാക്കാ, അതൊരിക്കലും പാഴാവില്ല. വെരി ഗുഡ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. കാരണം നിന്നെ പോലെ ഒരു തെമ്മാടി. ഇല്ലില്ല, ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. ഒരു തെമ്മാടിക്ക് ഒരു തെമ്മാടിയുടെ ആവശ്യത്തെയും ഭാവനയും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദാറ്റ്സ് ദ റീസൺ ഐ എം പ്രൗഡ് ഓഫ് യു. ഇറ്റ്സ് ഓക്കേ. സൂക്ഷിച്ചോണം നീ. പിന്നൊരു കാര്യം, ഞാനിപ്പോ ഇമോഷണൽ ആയിട്ട് തിരിച്ചു പോകുന്നെന്ന് വിചാരിച്ച് ഒരു വിഡ്ഢിയാണെന്ന് കരുതരുത്. ഇല്ലില്ല, ഞാൻ വളരെ അപകടകാരിയാണ്. മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലാക്കിയവനെ. മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം നീ അപകടകാരിയല്ല, പ്രതിനായകനാണ്. മുംബൈയിലെ ഏറ്റവും വലിയ ഡോൺ ആണ്. നിന്നേക്കാൾ വലിയ വേറെ ഡോൺ ജനിച്ചിട്ടില്ല. എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, പോയ കത്തി എടുത്തിട്ട് വാ. ഇവനെ ഇപ്പൊ തന്നെ അങ്ങ് വെട്ടിവീഴ്ത്തിയേക്കാം. അവൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അവൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അവൻ ഇമോഷണൽ ഫൂൾ അല്ല, അവൻ ആക്ഷൻ സ്റ്റാർ ആണെന്നാ. ജസ്റ്റ് കാം ഡൗൺ. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം പോയി വാതിലടച്ചിട്ട് വാ. ഇനി വേറെ ഏതെങ്കിലും ഭ്രാന്തന്മാർ അകത്തേക്ക് വരണ്ട. നമുക്ക് ഇനി റിസ്ക് എടുക്കാൻ കഴിയില്ല. ചെല്ല്. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വാ, നമുക്ക് പോവാം. കിരൺ, ഞാൻ ആലോചിക്കുമായിരുന്നു. നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്ത് തന്നെയായാലും പേഷ്യന്റ് ഡോക്ടറിന്റെ കൂടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഷെർലിൻ ആയിരുന്നു. പിന്നെ ഡോക്ടർ എന്നോട് പേരെടുത്ത് പറഞ്ഞിരുന്നതാ. അവരുടെ പേഷ്യന്റിന്റെ പേരും ഷെർലിൻ എന്നാണെന്നാ. പക്ഷെ എനിക്ക് അവളുടെ മുഖം കാണാനും കഴിഞ്ഞില്ല, നിനക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ, അത് ഭാവന ആ ഫോട്ടോ കണ്ടിട്ട് എന്നോട് പറഞ്ഞതാ ഇത് തന്നെ ആ ഷെർലിൻ എന്ന്. പിന്നെ എന്തൊക്കെയായാലും നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. പക്ഷെ എന്താന്ന്? നിന്റെ കയ്യിൽ ഫോണുണ്ടോ? ആ ഉണ്ട്. എന്താ? ഒരു മിനിറ്റ്, അതിങ്ങനെ എടുക്ക്. എന്തിനാ വേണേ? അത് ഫോൺ ചെയ്യാൻ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. എടി, എന്ന് വെച്ചാൽ എന്റെ ഫോണും ഷെർലിനോട്ട് എന്താ ബന്ധം? നീ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ ഷെർലിനെ ഫോൺ ചെയ്യാൻ പോവാ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേക്ക്. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. നെർവസ് ആകും, ഭയം ഉണ്ടാവും. പിന്നെ ആ പേടി അയാളുടെ ശബ്ദത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഞാനിപ്പോ ഷെർലിനെ വിളിക്കാം, എന്നിട്ട് ഞാൻ അവളുടെ ശബ്ദത്തെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് അവളുടെ ശബ്ദത്തിൽ പേടിയുണ്ടോ, അവൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന്. കൂടുതലൊന്നും ചോദിക്കില്ല, ഇത്രയും ചോദിക്കുള്ളൂ അവൾ എവിടെയാണെന്ന്. ഒരു മിനിറ്റ് നീ ഒന്ന് നിക്ക് പൊന്നേ. നീ നിന്റെ ഡോക്ടർ പണി മര്യാദക്ക് ചെയ്യാം. CID പണി നിന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, നീ എന്താണ് വിചാരിക്കുന്നത്? നീ വിളിച്ച ഉടനെ ഷെർലിൻ എല്ലാ സത്യങ്ങളും നിന്നോട് പറയുന്നോ? അവൾ അലേർട്ടാവും, എവിടെയെങ്കിലും പോയി ഒളിക്കുകയും ചെയ്യും. പിന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നീ എന്താ കരുതുന്നേ? എന്താ ഷെർലിൻ ഇതൊന്നും അറിയില്ലെന്നോ? നമുക്ക് അവിടെ സത്യങ്ങളെല്ലാം അറിയാന്ന്. ആയിക്കോട്ടെ, എന്നാ ശരി. പക്ഷെ നമ്മളതിന് അത് കൺഫേം ചെയ്യുന്നേ. ഇപ്പൊ അവള് കരുതിക്കോട്ടെ, ട്രൈ ചെയ്തിട്ടും പ്രൂഫ് ഒന്നും കിട്ടിയില്ല എന്ന്. അപ്പൊ അവള് റിലാക്സ് ആവും. റിലാക്സ് ആവുമ്പോ അവള് കൂടുതൽ തെറ്റും ചെയ്യും. ആ സമയം അവൾ അവശേഷിപ്പിക്കുന്ന എന്തെങ്കിലും തെളിവ് കിട്ടും. എന്നിട്ട് നീ കണ്ടോ, നിനക്ക് അവൾക്കൊരു നല്ല പഞ്ച് കൊടുക്കാൻ കഴിയും. അത് ശരി. അല്ല, എന്താ നിന്റെ ഈ പഞ്ച്? എന്നോട് കൂടി പറയും. എന്താ നിന്റെ മനസ്സിലെ പ്ലാൻ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്നില്ല നിനക്ക് കളിയായിട്ടാണ് തോന്നുന്നത്. ഐ മീൻ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് ചെയ്യും, എപ്പോ ചെയ്യും, എങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ കള്ളം ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. പ്രീത, നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? ഭാവന പറയുന്നത് ഇവൾക്ക് ഈ കിരൺ നമ്പേരക്കുള്ള വലിയ ആറ്റിറ്റ്യൂഡാണല്ലോ. നിന്നെ ഉണ്ടല്ലോ. നീ വന്നേ, ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഷെർലിന്റെ സത്യം അറിയാൻ ഈ ഐഡിയ നല്ലതായിരിക്കും. ഇല്ല, അത് ശരിയാവുന്നു തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കണം. ഓ ഹലോ, എന്തുറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് വെള്ളം എന്തെങ്കിലും വേണ്ട? ഐ മീൻ, ഞാൻ കുറച്ചു നേരമായിട്ട് നോക്കാം. നീ ആലോചിക്കുന്നു, നിന്റെ തലയിൽ എന്തോ കത്തുന്നു, പിന്നെ അത് റിജക്ട് ചെയ്യുന്നു, വീണ്ടും ആലോചിക്കുന്നു, വീണ്ടും റിജക്ട് ചെയ്യുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് എന്തിനു പറ്റിയോ? വെള്ളം വല്ലതും വേണോ? വേണ്ട. പക്ഷെ നിനക്കെങ്ങനെ മനസ്സിലായി? അത് ഞാനൊരു കാര്യം ആലോചിക്കുവാണ്, പക്ഷെ എനിക്ക് ഐഡിയ ഇഷ്ടപ്പെടാത്തത് ഞാനത് റിജക്ട് ചെയ്തെന്ന്. ഓഫ് കോഴ്സ് ബേബി ഡോൾ, മനസ്സിലായി. നിന്റെ കണ്ണ് മാത്രമല്ല, നിന്റെ മുഖം തന്നെ അത് പറയുന്നുണ്ട്. ദൈവം നിനക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന എക്സ്പ്രഷൻ ഇല്ലേ, നീ ഒന്ന് ചിരിച്ചാൽ മാത്രം മതി, നിന്റെ മുഖത്ത് അത് തെളിഞ്ഞു വരും. പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉടനെ മനസ്സിലാവുകയും ചെയ്യും നീ എന്താ ആലോചിച്ചത്, പിന്നെ എന്താ റിജക്ട് ചെയ്തത്, പിന്നെ ആലോചിച്ചത് എന്താ, പിന്നെ എന്താ റിജക്ട് ചെയ്തത്, എല്ലാം പിടികിട്ടും. അത് ശരി, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എക്സാക്ട്ലി. അല്ല, അതിരിക്കട്ടെ, നിനക്ക് പറയാൻ വല്ല ഉദ്ദേശമുണ്ടോ? നീ എന്താ ആലോചിച്ചെന്ന്? ആക്ച്വലി ഞാൻ ആലോചിച്ചത് നമുക്ക് ഷെർലിനെ കൈയോടെ ഇപ്പൊ എങ്ങനെ പിടികൂടാമെന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെ എന്ത് ചെയ്തിട്ടാ അവളുടെ സത്യങ്ങളെല്ലാം ഒറ്റ സെക്കൻഡോട് ബാക്കിയുള്ളവരെ അറിയിക്കാന്ന്.
പക്ഷെ എന്റെ തലയിൽ ഒരുപാട് ഐഡിയാസ് വന്നെങ്കിലും എല്ലാം ഫ്ലോപ്പ് ആവുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒന്നും പറയാത്തെ. നീ എന്നെ കളിയാക്കി ചോദിച്ചാണോ? ശരി, ഒരു കാര്യം പറയുന്നേ. ഐ മീൻ, ദൈവം നിനക്ക് ഇത്രയും എക്സ്പ്രഷൻ തന്നോണ്ടാണോ നിന്റെ ബുദ്ധി ഒരല്പം കുറഞ്ഞു പോയത്? അതുകൊണ്ട് ഇത്രയും സ്ട്രെസ്ഡ് ആവുന്നേ. നീ അതിനുവേണ്ടി എന്താണ് ഈ ചിന്തിക്കുന്നത്? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ദൈവങ്ങള് നിനക്ക് ഒരുപാട് ബുദ്ധി തന്നല്ലോ. നിന്റെ ഉള്ളിൽ ഈ ബുദ്ധി കുമിഞ്ഞു കൂടി കിടക്കുവല്ലേ? ഒരു കാര്യം ശ്രദ്ധിച്ചു കേക്ക്. നിന്റെ ഈ ബുദ്ധി ഉണ്ടല്ലോ, അത് ശരിക്കും ഉള്ളതാണോ അത് പെൺപിള്ളേരെ കാണിക്കാൻ വേണ്ടി ഷോ മാത്രമാണോ? നീ അല്ലേ കോൺഫിഡൻസോടെ പറഞ്ഞത് നല്ലൊരു പഞ്ച് അവൾക്ക് കൊടുക്കാന്ന്? എന്നിട്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഐ മീൻ, നിന്റെ പ്രശ്നം എന്താ പ്രീത? ഞാൻ പറഞ്ഞത് ആലോചിക്കാമെന്നാ. ആലോചിക്കാം. ആലോചിക്കാൻ ടൈം ലിമിറ്റ് ഉണ്ടോ? ടൈം ലിമിറ്റ് ഉണ്ട്. കാരണം നമ്മുടെ കയ്യിൽ അധിക സമയമൊന്നും ഇല്ല. എങ്കിൽ ശരി, നീ ഇവിടെ നിന്ന് ആലോചിക്കേ. കേട്ടോടെ, ആലോചിക്കേ. എന്നിട്ട് ബൈലക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഐഡിയ തലയിൽ കത്തിയാ എന്നോട് പറയും. ശരി, ഞാൻ ആലോചിക്കാം. പക്ഷെ നീ വാ അടച്ചു വെക്ക്. കാരണം എനിക്ക് ഡിസ്ട്രാക്ഷൻ ആവും. ഫൈൻ ഫൈൻ. ഹലോ, എന്തെങ്കിലും കിട്ടിയായിരുന്നോ? അതെന്താന്നറിയോ? ഷെർലിൻ വളരെ തന്ത്രശാലിയായ പെൺകുട്ടിയാ. അവളെ വെച്ച് നോക്കുമ്പോ ഈ ഞാൻ വളരെ സിമ്പിൾ ആണ്. അവളെ പിടിക്കണമെങ്കിൽ അവളെക്കാളും തന്ത്രശാലിയായ, എന്നുവെച്ചാ വളരെ ഇന്റലിജന്റ് ആയ ഒരാളുടെ സഹായം വേണം. നിന്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ അങ്ങനെ വഴിക്ക് വാടി. ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചോ? 5 മിനിറ്റ് എടുത്തോ. ആലോചിച്ച് വേണം പറയാൻ. അയ്യോ, 5 മിനിറ്റ് നീ ആലോചിച്ച് മതി അങ്ങ്. ഓക്കെ ശരി, ഓക്കെ. നിനക്ക് എത്ര സമയം വേണോ അത്രയും സമയം എടുത്തോ. പക്ഷെ ഐഡിയ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാ നീ പറയാറില്ലേ? ഫെന്റാസ്റ്റിക്. ആബ്സല്യൂട്ട്ലി. ഐ മീൻ, ഡി കിരൺ നമ്പ്യാരുടെ തലയിൽ വരുന്ന എല്ലാ ഐഡിയാസും ഫെന്റാസ്റ്റിക് ആയിരിക്കും. എന്റെ ഐഡിയാസിൽ ഒരു സംശയം വേണ്ട. എന്നാ പിന്നെ ആലോചിക്കും. സ്വയം പുകഴ്ത്തി ഇങ്ങനെ സമയം കളയാതെ. എന്ന് വെച്ചാ നിന്റെ ഇന്റലിജന്റ് മൈൻഡില് നല്ല ഐഡിയ ആലോചിക്കാൻ. അതാ. കിട്ടിപ്പോയി. കിട്ടിയോ നിനക്ക്? എന്നാ പറയ്. ഓക്കെ. ഇവിടെ രോഹിത് ചേട്ടൻ, പിന്നെ ഇവിടെ എന്റെ പ്രീത ചേച്ചി. രോഹിത് ചേട്ടന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഷോലനുമായിട്ട്. പിന്നെ പ്രീത ചേച്ചിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് പൃഥ്വിയായിട്ട്. പക്ഷെ പൃഥ്വിയും ഷോലനുമായിട്ട് ഒരു ക്രോസ് കണക്ഷൻ ഉണ്ട്. കാരണം ഇവരുടെ ഇടയിൽ ഒരു ബന്ധമുണ്ട്. പിന്നെയാണ് വരുന്നത് നമ്മുടെ ഷോലന്റെ അമ്മ. ഷേർലിന്റെ അമ്മയ്ക്ക് ഷേർലിന്റെയും പൃഥ്വിയുടെയും കാര്യം മുഴുവനും അറിയാം. ഷേർലിന്റെ അമ്മയ്ക്ക് ഷേർലിന്റെ ഈ ബന്ധത്തെ പറ്റി അറിയാമെങ്കിൽ പിന്നെ ഇവരെന്തിനാ ഷേർലിന്റെ കല്യാണം രോഹിത് ചേട്ടനുമായിട്ട് നടത്തുന്നേ? ഇവർക്ക് എന്താ വേണ്ട? ഇവരുടെ മോട്ടീവ് എന്താ? 2 കാര്യങ്ങളായിരിക്കണം. ഒന്ന്, തന്റെ മകളുടെ ജീവിതം സുരക്ഷിതമായി വെക്കാൻ വേണ്ടി. അല്ലെങ്കിൽ രോഹിത് ചേട്ടനെ പറ്റിക്കാനുള്ള പ്ലാൻ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ രഹസ്യമായിട്ട് കണ്ടുപിടിക്കണം ആർക്കൊക്കെ എന്തൊക്കെ അറിയാന്ന്, ആരെന്തൊക്കെ മറക്കുന്നുണ്ടെന്ന്, ആർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന്. ഇത് സൃഷ്ടി സൃഷ്ടി അല്ല, അത് നിനക്ക് എന്താ സൃഷ്ടി? സൃഷ്ടി എന്താ? നിന്റെ പുനാരി ചേച്ചി എവിടെയാ? ഹോസ്പിറ്റലില്. ഹോസ്പിറ്റലിലോ? ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാ? അമ്മേ, ചേച്ചി ഡോക്ടർ അല്ലേ? ഹോസ്പിറ്റലും ഡോക്ടറുമായിട്ട് എത്രയോ നാളായിട്ടുള്ള ബന്ധം. നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ കാര്യം പറ. അമ്മേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. ചേച്ചി ഹോസ്പിറ്റലിൽ പോയി, ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ എത്തും. എവിടെ എത്തുമെന്ന്? എന്റെ ദൈവമേ, വീട്ടിലേക്ക് എപ്പോ വരൂന്ന്? നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് സത്യം പറഞ്ഞോ? കണ്ടുപിടിക്കാൻ പോയത് ചേച്ചി. രഹസ്യോ? സൃഷ്ടി, ആരുടെ രഹസ്യം? എന്ത് കാര്യം? എന്നോട് പറയേ. ചേച്ചിക്ക് ഒരു പേഷ്യന്റ് ഉണ്ട്, അയാൾക്കൊരു അസുഖമുണ്ട്. അതിന്റെ രഹസ്യം അത് കണ്ടുപിടിക്കാനാ ചേച്ചി പോയത്. നീ എന്നെ വട്ടാക്കാൻ നോക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാണോ? പറയ്, എന്ത് രഹസ്യം? എനിക്കറിയണ എല്ലാ കാര്യവും. ഇല്ലെങ്കിൽ സത്യമായിട്ട് നീ എന്റെ കയ്യിൽ അടി വാങ്ങും. അല്ല അമ്മ, എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ചേച്ചിയല്ലേ എന്തോ മറച്ചു വെച്ചത്. അതിന് എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഇതൊട്ട് ശരിയല്ലേ? ഞാനൊന്നും ഒളിപ്പിച്ചില്ല അമ്മേ. നീ ഇപ്പോഴല്ലേ പറഞ്ഞ ഒരു രഹസ്യത്തിന്റെ കാര്യം, എന്നിട്ട് എന്റെ അടുത്തൊന്ന് മറിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം പറയാ? പറഞ്ഞോ എപ്പോ? അല്ല, നീ ഇവിടെ നിന്നല്ലേ പറഞ്ഞത്, എന്നിട്ടല്ലേ നീ അങ്ങോട്ട്? അത് ഞാൻ എന്തോ പറയണമെന്ന് വെച്ച് പറഞ്ഞതാ, അല്ലാതെ എന്നെ കുറ്റം പറയല്ലേ ചുമ്മാ.
നീ ഇതെന്തൊക്കെ എന്താ എന്താ ഈ പേപ്പറില്? ഒന്നുമില്ല. എന്നാ പിന്നെ എന്താ കാണിച്ചാല്? ആ പേപ്പർ എടുക്ക്. ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ലെങ്കിൽ എന്നെ കാണിക്കേ. ഒന്നുമില്ല അമ്മേ, ഞാനല്ലേ പറയുന്ന ഒന്നുമില്ലെന്ന്. ഒന്നുമില്ലെന്നാണെങ്കിൽ എന്നെ കൂടി കാണിക്കേ. അപ്പൊ എനിക്ക് സമാധാനാവുമല്ലോ. കാണിക്കേ. അത് അമ്മ ഞാൻ മനസ്സിൽ കണ്ട കുറച്ച് ഡിസൈൻസ് കുത്തി കുറിച്ച് വരച്ചതാ. അല്ലാതെ അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാവില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുമെങ്കിൽ ഇതും എനിക്ക് മനസ്സിലാകും. കാണിക്കേ. എന്റെ അമ്മ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെ അമ്മയ്ക്ക് മനസ്സിലാവാനാ? സൃഷ്ടി കാണിക്കേ. ആ അമ്മ ദാ നോക്ക്. ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ കുറച്ചൊക്കെ വന്നു, പക്ഷെ എഴുതി വെക്കാൻ പറ്റിയില്ല. ശരി നോക്ക് സൃഷ്ടി, നീ എന്തെങ്കിലും ചെയ്യുന്നോ ഇല്ലേ അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ നീ എന്നെ മണ്ടിയാക്കരുത്. എനിക്കറിയാം എന്തോ കാര്യമുണ്ട്, പക്ഷെ നീ അത് ഒളിക്കുക. എന്റെ അമ്മ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സീരിയസ് ആയിട്ടും ഒരു കാര്യവും ഇല്ല. നിന്റെ അമ്മയാ ഞാൻ. എനിക്കെല്ലാം മനസ്സിലാകും. നീ എന്താ മറക്കുന്നത്? എന്തിനാ മറക്കുന്നത്? നിന്റെ നാവൊന്നാ പറയുന്നത്, പക്ഷെ മുഖം വേറെ ഒന്നും. അമ്മേ പ്ലീസ് എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിക്കേ. ആ നിന്റെ ജോലി നടക്കട്ടെ. നിനക്ക് എത്ര കള്ളം പറയണോ അത്രയും പറഞ്ഞോ. ഞാൻ പ്രീതിയോട് ചോദിച്ചോളാം. അവൾ എന്നോട് ഒരിക്കലും കള്ളം പറയില്ല. എന്താ എന്റെ ചേച്ചി ഓരോന്ന് കണ്ടുപിടിക്കാൻ പോവും. ഇവിടെ അമ്മ എന്നെയാ പറയുന്നത്. നല്ല പ്ലാനാ. ഓഫ് കോഴ്സ്, ആഫ്റ്റർ ഓൾ ദി കിരൺ നമ്പരുടെ പ്ലാൻ അല്ലേ? ഇങ്ങനത്തെ പ്ലാൻസ് എന്റെ തലയിൽ മാത്രം എന്താ വരാത്തെ? അല്ല, അത് നിന്റെ ബുദ്ധിയുടെ ഷോർട്ടേജും ഉണ്ടാ. പിന്നെ ഇത്തരം പ്ലാൻസ് ഉണ്ടാക്കാനും അതൊക്കെ നടത്താനും ഒക്കെ യു മസ്റ്റ് ബി ഇന്റലിജന്റ്. ഓ റിയലി? യാ. ഇന്റലിജന്റ് ആണോ അതോ കുരുട്ടു ബുദ്ധിയാണോ? ഷെർലിനെ പോലെ നീയും ഭയങ്കര സൂത്രശാലിയാ. എടി അല്ലാതെ അത് ഷാരിയ. ഞാൻ ഇന്റലിജന്റ് ആണ്. ഒരു മിനിറ്റ്, ഷാരിയോ? ഷാരി എവിടുന്നാ വന്നേ? അവളാരാ? എന്റെ എക്സ് ഗേൾ ഫ്രണ്ട്. എന്താ ഇങ്ങനെയാണോ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കാര്യം പറയുന്നേ? നിന്റെ കണ്ണില് ഇത്ര ശതമാനം പോലും സ്നേഹം ഞാൻ കാണുന്നില്ല. അല്ല, ഈ സ്നേഹമൊക്കെ എവിടെ നിന്ന് കയറി വന്നേ? നമ്മള് ഷെളിനെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ? അല്ല, ഷെല്ലിന്റെ കാര്യം ഞാനാ പറഞ്ഞേ. പക്ഷേ നീ ഷാരിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നേ. ഞാൻ സൂത്രശാലി എന്ന് പറഞ്ഞപ്പോ നീ ഷാരി എന്നാ കേട്ടെ. ഓ, ഞാൻ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. നന്നായിട്ടുണ്ട്. നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പറ്റിയാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നിന്റെ ടോണിൽ, നിന്റെ കണ്ണിൽ ഇത്ര പോലും സ്നേഹം, കൺസേൺ, ഫീലിങ്സ് ഒന്നുമില്ല. എനിക്കിങ്ങനെ തോന്നുന്നത് നിനക്ക് പഴയ ഓർമ്മകള് കബോർഡിലിട്ടത് പോലെയാ. ഡംപ് ചെയ്യുക, ആ വഴി അങ്ങ് പോവുക. ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കെന്താ വഴക്കുണ്ടാക്കാനുള്ള മൂടാണോ? അല്ല, എന്നുവെച്ചാ എന്ന് വെച്ച് നീ എന്തിനാടി ഇപ്പോഴും ഷാരിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? രണ്ടുപേർക്ക് അഫയർ ഉണ്ടായിരുന്നപ്പോഴേ സ്നേഹമില്ലായിരുന്നു. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇവളെ കൊണ്ട് തോറ്റു. ഹൗ ഡിസ്കസ്റ്റിംഗ്. ഐ മീൻ, അവളെങ്ങാനും നിന്നെ ശരിക്കും പ്രേമിച്ചിരുന്നെങ്കിലോ? എനിക്കിതാ മനസ്സിലാകാത്തത്. പെൺകുട്ടികൾ നിന്റെ സ്നേഹത്തിൽ എങ്ങനെയാ വീഴുന്നേന്നാ. എന്താ അവർക്ക് ഇത് മനസ്സിലാകാത്തത്? ഈ ചെക്കന്റെ മനസ്സിൽ അവർക്ക് വേണ്ടി ഇത്രയ്ക്ക് ഫീലിങ്സ്, ഇത്രയ്ക്ക് കെയർ, ഇത്രയ്ക്ക് റെസ്പെക്ട് പോലും ഇല്ലെന്ന്. കറക്ഷൻ. ഞാൻ എല്ലാ പെൺകുട്ടികളെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടല്ല, മറിച്ച് എന്റെ മോം എന്നെ പഠിപ്പിച്ചതുകൊണ്ട്. പിന്നെ ഈ വരുന്ന എല്ലാ പെൺപിള്ളേർക്കും നന്നായിട്ട് അറിയാം എനിക്ക് ഈ കല്യാണത്തിനൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. അല്ല, നീ ഒരു കാര്യം പറഞ്ഞേ, സ്നേഹം വല്ല സാധനമാണോ ഓടി വന്ന് വാങ്ങിട്ട് പോവാൻ? എന്റെ കണ്ണിൽ സ്നേഹമില്ലെന്ന് പറഞ്ഞ് എന്നെ തൂക്കിലിട്ട് കൊന്നുകളയുന്നാണോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നീ കണ്ണിൽ സ്നേഹം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പീച്ചിൽ എടുത്തിട്ടുണ്ടോ? ഐ മീൻ, ഒരുത്തിനെ നോക്കി ഇവന്റെ കണ്ണിൽ സ്നേഹമുണ്ട്, പിന്നെ ഇവന്റെ കണ്ണിൽ സ്നേഹം ഇല്ലെന്ന് പറയാനായിട്ട്, റൈറ്റ്? ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പീച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇതൊക്കെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ, മനസ്സിലാവുന്ന കാര്യമല്ലേ? ഓ റിയലി? എന്നാ ശരി, നീ പറയും എന്റെ കണ്ണിൽ സ്നേഹം ഉണ്ടോടി? ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ ഉണ്ടോ?
അല്ല അപ്പോ ഉണ്ടായിരുന്നോ ഈ സ്നേഹം? ആ ആ ആ ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയില്ല. കറക്റ്റ്, ഉണ്ടാവില്ല. അത് എന്റെ കണ്ണുകളിൽ സ്നേഹം ഉണ്ടാവുകയില്ല. ആ, ഞാനത് നിന്നോട് പറഞ്ഞതല്ലേ. നീ ഫോൺ എടുക്ക, ഞാൻ വണ്ടി എടുക്കാം, ഇല്ലെങ്കിൽ ലേറ്റ് ആവും. ഫോൺ. ഹലോ, ഒരു കാര്യം പറയാനുണ്ട് ചേച്ചി. ചേച്ചിക്ക് അറിയോ, ഇവിടെ എന്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. അമ്മ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക പ്രീത എവിടെ, പ്രീത എവിടെയെന്ന്. ഞാനെന്ത് പറയാനാ? പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, എന്റെ ഫോൺ എന്താ എടുക്കാത്തെ? അതവിടെ ഇരിക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ കിരൺ സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ലാം ബുക്കിലെ എല്ലാ പിക്ചേഴ്സും ഞാൻ കണ്ടു. അതൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഷേർലും പിന്നെയും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ ചേച്ചി എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? ചേച്ചി ഇത് എവിടെയാ? എന്തെങ്കിലും ഒരു കാര്യം പറ ചേച്ചി, എവിടെയാന്ന് എന്തെങ്കിലും പറ. ഞാൻ പറയുന്ന കേക്ക്, നീ ടെൻഷൻ ആവണ്ട. ആ സ്ലാം ബുക്കിനേക്കാൾ വലിയ തെളിവ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് സൃഷ്ടി. നിനക്കറിയോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അച്ഛമ്മയുടെ റിപ്പോർട്ട്സ് വാങ്ങാൻ. അപ്പൊ ഞാൻ അവിടെ മെറ്റേണിറ്റി പേഷ്യൻസിന്റെ രജിസ്റ്ററിൽ ഷെല്ലിന്റെ സിഗ്നേച്ചർ കണ്ടു. പിന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞു, അവളിന്ന് മെറ്റേണിറ്റി ഡോക്ടറിനെ എന്തായാലും കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനും കിരണും ഹോസ്പിറ്റലിൽ പോയി.